ദാ ഒരു കുഞ്ഞുണ്ട എടുത്തു. എന്നിട്ട് ചമ്മന്തിയിലേക്ക് ഇങ്ങനെ മുക്കി. ഓ കൂടിപ്പോയി. ഇങ്ങനെ എടുത്ത് ഞാൻ നോക്കി. ചോറാണെങ്കിലും കഞ്ഞിയാണെങ്കിലും പഴങ്കഞ്ഞിയാണെങ്കിലും ഒക്കെ സൂപ്പറാട്ടോ. നമ്മുടെ മക്കൾക്കേ ചില കെട്ടിയവന്മാർക്കും കറികൾ ഉണ്ടാക്കി കൊടുത്താൽ എത്രയാണെങ്കിലും അവർക്ക് തൃപ്തിയാവില്ല എന്നാണ് നമ്മളുടെ അമ്മമാരുടെ ഒരു പരാതി. ഇനിയിപ്പോൾ അവരുടെ ഇഷ്ടത്തിന് നമ്മളൊട്ട് വെച്ചാൽ അങ്ങനെ ശരിയാവാറുമില്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ നാടൻ കറികളുണ്ടല്ലോ, നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അത് ഒരു 5 മിനിറ്റ് സമയം ചിലവാക്കി ഉണ്ടാക്കി നിങ്ങളൊന്ന് കൊടുത്തു നോക്ക്. നിങ്ങളുടെ ധാരണ ആദ്യം മാറ്റി ഒന്ന് കൊടുത്തു നോക്ക്. ആദ്യത്തെ പരീക്ഷണം അന്നമ്മടി ചേമ്പ് കറി തന്നെ ആവട്ടെ, കൂടെ നല്ല ഒന്നാം തരം ഇടിച്ച് പിഴിഞ്ഞൊരു ചമ്മന്തി. വെറും 5 മിനിറ്റ് സമയം മതി നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ. കേട്ടല്ലോ, ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് ചേമ്പ് കൊണ്ടാണ്. നിങ്ങൾക്ക് ചേമ്പ് കൊണ്ടോ ചേന കൊണ്ടോ കപ്പ കൊണ്ടോ സെയിം കറി ഉണ്ടാക്കാൻ പറ്റും. ആകെ ചിലവ് വെറും 5 മിനിറ്റും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ. അപ്പോൾ ദാ തൊലി കളഞ്ഞു, കുഞ്ഞായിട്ട് നുറുക്കി. നെക്കൊക്കെ വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് വെക്കുവാണേ. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു, 1/2 ടീസ്പൂണോളം ഉപ്പ്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. അടച്ചു വെച്ച് വേവിക്കാം. 3-4 മിനിറ്റായി. അറിയാലോ, നമ്മുടെ നല്ല ഒന്നാം തരം ചേമ്പാണ്. ഇതാ വെന്ത് കുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കൊന്ന് കടുക് വറുത്തിടാം. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. കടുക് ചേട്ടനെ അങ്ങോട്ട് ഇട്ടു, പൊട്ടി. ഇത്രയും ചെറിയ ഉള്ളി ഉണ്ട്, കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇട്ടു. ഒന്ന് മൂക്കട്ടെ കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ നമ്മുടെ ചുമന്ന മുളക് ഇടുകയാണ്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മുടെ കറിവേപ്പില ചേട്ടനെ ഇടാം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടു. ഇതിങ്ങനെ ഒന്ന് കുഴഞ്ഞിരിക്കുന്ന കറിയാട്ടോ. കണ്ട, ഏത് കിഴങ്ങ് വർഗ്ഗങ്ങളും ഇതേപോലെ നമുക്ക് വെക്കാം. നമുക്ക് കാണുമ്പോൾ തന്നെ വലിച്ചു വാരി തിന്നാൻ തോന്നുന്നില്ലേ? എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കേ കുറച്ച് കറിവേപ്പില വേണം. ചൂടായതുകൊണ്ടേ ഇവർക്കൊക്കെ ഒരു അമാന്തമാണ്. സാരമില്ല. 150 ഗ്രാം സ്രാവ്, മഞ്ഞപ്പൊടിയും ചുവന്നമുളക് ഇട്ട് നല്ല വറുത്തെടുത്തിട്ടുണ്ട്. കാന്താരി കുറച്ച് പച്ചമുളക്, ചെറിയുള്ളി ഒരു ബൗൾ നിറച്ച്, 1/4 തേങ്ങ, ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയും നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം. കുറച്ച് തേങ്ങ വെച്ചിട്ട് സെറ്റാക്കാം. ഉപ്പിടുന്നില്ല കേട്ടോ ഇപ്പോൾ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണക്കമീനിൽ ഉപ്പുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഉപ്പിട്ടാൽ മതി. ജസ്റ്റ് ചതച്ചാൽ മാത്രം മതി നമ്മുടെ ഈ ചമ്മന്തിക്ക്. മിക്സിയിലാണെങ്കിൽ ഒറ്റ തിരികൽ. പക്ഷെ ഇങ്ങനത്തെ ചമ്മന്തികളൊക്കെ നമ്മൾ കല്ലിനെ അരയ്ക്കുന്നതാണ് ഒരിത്. ഈ വലിയ കല്ല്, അമ്മിക്കല്ല് ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ കുഞ്ഞിടികല്ലില്ലേ, അതുണ്ടാവുമല്ലോ. അപ്പോൾ ഓരോന്നോരോന്ന് ചതച്ച് എടുത്താലും മതി. തേങ്ങ മൊത്തം ആയിട്ടില്ല കേട്ടോ. നമുക്ക് ഈ തെറിച്ച് പോകുന്നതേ ആദ്യം ഒന്ന് സെറ്റാക്കി വെക്കാം. മുളക് മാത്രം ജസ്റ്റ് ഒന്ന് അരഞ്ഞു വരണം കേട്ടോ. മീൻ പൊടിച്ചെടുക്കാം. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പൊടിച്ചാൽ ചതയ്ക്കാൻ എളുപ്പമാകും കേട്ടോ. അരയ്ക്കണ്ട, ഈ കുത്തി ചതച്ചാൽ മതി. കണ്ട, ബാക്കി തേങ്ങയും കറിവേപ്പിലയും കൂടെ ഒരുമിച്ച് നമുക്ക് അങ്ങോട്ട് അരച്ചെടുക്കാം കേട്ടോ. മിക്കവാറും കറികളിലൊക്കെ നമ്മൾ തണ്ടിടും, പക്ഷേ ഇങ്ങനെയുള്ള ചമ്മന്തികളിൽ തണ്ടിട്ടാൽ നമുക്ക് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തണ്ടില്ലാതെ നമ്മളിട്ടു. ഇനി ഇതൊന്ന് ഒതുക്കിയെടുത്ത് ഉപ്പ് നോക്കി നമ്മുടെ ചക്കിലാട്ടി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ നമ്മുടെ ചമ്മന്തി റെഡിയാണ്. അപ്പോൾ നല്ല മട്ടേരി ചോറുണ്ട്, ഈരേച്ചി ഉണ്ടാക്കിയ നമ്മളെ സ്വന്തം പയർ തോരനുണ്ട്, അന്നമ്മ ഉണ്ടാക്കിയ നല്ല പറയാൻ തന്നെ വയ്യ നല്ല ചേമ്പിൻ്റെ കറിയുണ്ട്. ഇത് സംഭവം എന്താണെന്നറിയോ? പഴങ്കഞ്ഞിക്കും ചോറിനും ചപ്പാത്തിക്കും പത്തിരിക്കും ഒക്കെ അടിപൊളി. സത്യത്തിൽ ഇത് ഈ പുഴുക്ക് പോലെ ഓക്കെയാണ്, പക്ഷെ കുറച്ചും കൂടെ ചാറുണ്ടെങ്കിൽ നമുക്ക് ഇതിലിട്ട് കുഴച്ച് പ്ലക് പ്ലിക് പ്ലിക് തന്നെ നല്ല രസമല്ലേ. അപ്പോൾ ഒന്നെങ്കിലും ഇത്രയും വറ്റിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് വെക്കുമ്പോൾ തന്നെ കുറച്ചും കൂടെ വെള്ളം വെക്കുക കേട്ടോ. ഇനി ഇങ്ങനെയാണ് തിന്നുന്നതെങ്കിൽ ഇത് ഓക്കെയാണ്. ഇത് പുഴുക്കായിട്ട് നമുക്ക് വെക്കാം, കുറച്ച് നീട്ടിയും വെക്കാം, നമ്മുടെ സൗകര്യം. പിന്നെ നമ്മുടെ ചമ്മന്തി നമ്മൾ നേരത്തെ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് 4 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ വീട്ടിലെ സ്ഥിരം പരിപാടിയാണ്. ഉണക്കസ്രാവും കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുക, പച്ചസ്രാവും കൊണ്ട് ഇത് ഓക്കെയാണ്. അപ്പോൾ ആദ്യം നമ്മുടെ കറിയെടുത്ത് ഒന്നുടച്ച് കുഴച്ചിങ്ങനെ ചേർത്ത്, ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ കേട്ടോ. പയർ തോരനില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചമ്മന്തി ഇങ്ങനെ അങ്ങ് വെച്ച് എന്നാ ടേസ്റ്റാ. ഇതിനിപ്പോൾ ഇനി ഒരു കിലോ ചോറിൻ്റെ അരി തന്നാലും ഞാൻ ഇതൊക്കെ തിന്നും, കാരണം അത്രയും ഫേവറേറ്റാണ് കറി. ചേമ്പ് കറി മൊത്തമായിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ചോറിലേക്ക് അങ്ങ് മിക്സ് ചെയ്തു. ഇനി നമ്മുടെ പയർ തോരനും കൂടെ മിക്സ് ചെയ്യാം. ഒരു കുഞ്ഞുണ്ട എടുത്തു, എന്നിട്ട് ചമ്മന്തിയിലേക്ക് ഇങ്ങനെ മുക്കി. കൂടിപ്പോയി. ഇങ്ങനെ എടുത്ത് ഞാൻ നോക്കി. ചോറാണെങ്കിലും കഞ്ഞിയാണെങ്കിലും പഴങ്കഞ്ഞിയാണെങ്കിലും ഒക്കെ സൂപ്പറാട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായ ചേമ്പാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല രുചി. അല്ലെങ്കിലും ചേമ്പിന് നല്ല രുചിയാണ്. നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോഴേ ചോറിൻ്റെ കൂടി ചമ്മന്തി അമ്മ വെച്ച് തരും. ഉച്ചയ്ക്ക്
പിന്നെ എന്തെങ്കിലും ഒരു കറി ഉണ്ട്, കുഞ്ഞു കറി ഉണ്ടാവും. ഉച്ചയ്ക്ക് ഈ പാത്രം തുറക്കുമ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ നോക്കിയിരിക്കും. 12 മണിയാകുമ്പോഴത്തേക്ക് ഈ ഒരു ഓർമ്മയാണ്. തുറക്കുമ്പോൾ ചോറിലൊക്കെ ഇങ്ങനെ ആ എണ്ണ ഇങ്ങനെ ചാലിച്ചിട്ട് വാരത്തിനുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അടിപൊളി. ഉണക്കമീൻ കഴിക്കാൻ പറ്റില്ല, BP ഉള്ളവർക്ക് എന്ത് ചെയ്താൽ മതി, വറുത്ത മീൻ ഉപയോഗിച്ചാൽ മതി. പക്ഷെ മുള്ളില്ലാത്ത മീൻ, സ്രാവാണ് ഏറ്റവും നല്ല പച്ചസ്രാവ്. ഇനിയിപ്പോൾ സ്രാവ് ഇല്ലെങ്കിൽ തന്നെ തെരണ്ടിയോ അങ്ങനെ ഒരു സ്രാവിൻ്റെ ഒരു ടെക്സ്ചറുള്ള എന്ത് മീനാണെങ്കിലും മതി. അപ്പോൾ ഉണക്കമീൻ ചമ്മന്തിയും എല്ലാം ഇട്ട് ഓക്കെ. ഞാൻ ആ പച്ചക്കറിവേപ്പില മൊത്തം ഇട്ട് അരച്ചു, ഒരു അരുചിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇത്രയും ചോറ് ഞാൻ ഉണ്ണാറുമില്ല, ഇത്രയും ചോറ് ഉണ്ണാനും പാടില്ല, നല്ല ഷുഗറാണല്ലോ. പക്ഷെ ഇങ്ങനെയുള്ള കറികളുള്ള ദിവസം ഞാൻ എന്നെ തന്നെ മറക്കും. അപ്പോൾ അടുത്തൊരു നാടൻ റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ സ്വന്തം അന്നമ്മ.